കേന്ദ്ര ബജറ്റിൽ 50 പുതിയ വിമാനത്താവളങ്ങൾ നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം. റെയിൽവേക്കായി 2.4 ലക്ഷം കോടി രൂപയും അനുവദിച്ചു. നഗരവികസനത്തിനായി 10,000 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ബജറ്റിൽ റെയിൽവേക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി ഇതാദ്യമായാണ് ഇത്ര വലിയ തുക വകയിരുത്തുന്നത്. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ റെയിൽവേക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും നഗരവികസനത്തിനുമായി കേന്ദ്ര ബജറ്റിൽ മാറ്റിവച്ചത്. റെയിൽവേക്കായി 2.4 ലക്ഷം കോടിയാണ് നീക്കിവച്ചിട്ടുള്ളത്. ബജറ്റ് പ്രഖ്യാപനത്തിൽ ഇതുവരെ പ്രഖ്യാപിച്ചതിൽ ഏറ്റവും ഉയർന്ന തുകയാണിത്. 2013-14 കാലത്തേക്കാൾ 13 ഇരട്ടി കൂടുതലാണിത്. 75,000 കോടിയാണ് ഗതാഗത മേഖലയ്ക്കായി വകയിരുത്തിയത്. തുറമുഖങ്ങളെയും പ്രധാന സ്റ്റീൽ, രാസവള, കൽക്കരി നിർമ്മാണ കേന്ദ്രങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഗതാഗത സംവിധാനങ്ങളും ഇതിലുൾപ്പെടും. തീരദേശ ഗതാഗതത്തിനും പ്രാമുഖ്യം ലഭിക്കും. രാജ്യത്ത് 50 പുതിയ വിമാനത്താവളങ്ങൾ നിർമ്മിക്കുമെന്നും കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഹെലിപാഡുകൾ, വാട്ടർ എയ്റോഡ്രോണുകൾ, ലാൻഡിംഗ് ഗ്രൗണ്ടുകൾ എന്നിവ നവീകരിച്ച് വ്യോമഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് പ്രസംഗത്തിനിടെ പ്രഖ്യാപിച്ചു. PM ആവാസ് യോജന പദ്ധതി പ്രകാരം 79,000 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. പ്രധാനമന്ത്രി പാർപ്പിട പദ്ധതിയുടെ അടങ്കൽ തുക 66% വർദ്ധിപ്പിച്ചു. നഗരവികസനത്തിനായി 10,000 കോടി രൂപ അനുവദിച്ചു. നഗരങ്ങളുടെ സുസ്ഥിര വികസനത്തിനും നഗരാസൂത്രണത്തിനുമായി ഈ തുക വിനിയോഗിക്കണമെന്നും ബജറ്റിൽ ധനമന്ത്രി വ്യക്തമാക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകുന്നത് വഴി കൂടുതൽ തൊഴിലവസരങ്ങളും നിക്ഷേപങ്ങളും മറ്റ് മേഖലകളിലേക്ക് വളർച്ച വ്യാപിപ്പിക്കാനും സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.